ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DBMSലെ SQL ഡാറ്റ ടൈപ്സിലെ ചില ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ char n. char എന്ന് പറഞ്ഞാൽ എ ഫിക്സ്ഡ് ലെങ്ത് ക്യാരക്ടർ സ്ട്രിംഗ് വിത്ത് യൂസർ സ്പെസിഫൈഡ് ലെങ്ത് n. അതായത് ഇപ്പോൾ char of 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്ട്രിങ് ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രിങ് എന്തായിരിക്കണം? 5 ക്യാരക്ടേഴ്സ് മാത്രമുള്ളതായിരിക്കണം. അതിന് കൂടുതലോ കുറവോ വരാൻ പാടില്ല. അതാണ് char എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിക്സ്ഡ് ലെങ്ത് ക്യാരക്ടർ സ്ട്രിംഗ് ആണ് char n. നെക്സ്റ്റ് char n. വേരിയബിൾ ലെങ്ത് ക്യാരക്ടർ സ്ട്രിംഗ് വിത്ത് യൂസർ സ്പെസിഫൈഡ് മാക്സിമം ലെങ്ത് n. അതായത് നമ്മളിപ്പോൾ varchar എന്ന് കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിന് varchar 5 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം 5 ക്യാരക്ടേഴ്സ് വരെ 5 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടർ ലെങ്ത് വരെ യൂസ് ചെയ്യാം. അതിൽ താഴെയാണെങ്കിലും കുഴപ്പമില്ല. മാക്സിമം ലെങ്ത് എന്നാണ്. ക്യാരക്ടർ നമുക്ക് വാരി ചെയ്യാം. അതാണ് varchar. അത് വാരിയിങ് ആണ് ക്യാരക്ടർ, ബട്ട് മാക്സിമം ലെങ്ത് എന്നായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് int. int എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിജർ. ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ദാറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡന്റ്. അത് മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഈ ഇന്റിജർ എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഈ സ്മോൾ ഇന്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇന്റിജർ, അതും അതേ സബ്സെറ്റ് ഓഫ് ഇന്റിജർ ടൈപ്പിന്റെ സബ്സെറ്റ് ആണ്. അതും മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. നെക്സ്റ്റ് ന്യൂമറിക് p, d. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PSC ടെക്നിക്കൽ എക്സാംസിനൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ന്യൂമറിക് p, d. അതൊരു ഫിക്സ്ഡ് പോയിന്റ് നമ്പർ ആണ് വിത്ത് യൂസർ സ്പെസിഫൈഡ് പ്രിസിഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഫസ്റ്റത്തെ p എന്ന് പറഞ്ഞത് the number consists of p digits and d of the physical digits to the right of the decimal point. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്താണോ അതാണ് ന്യൂമറിക് പിയിൽ കൊടുക്കുന്നത്. ഡിയിൽ കൊടുക്കുന്നത് നമ്മൾ എത്ര പ്രിസിഷൻ, എത്ര ഡെസിമൽ പോയിന്റ് യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ന്യൂമറിക് 3,1 allows 44.5 to be stored exactly. 44.5 എന്നുള്ളതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അതായത് 445, അതായത് 3 ഡിജിറ്റ്സ്. അതായത് എത്ര ഡെസിമൽ പോയിന്റ് യൂസ് ചെയ്യുന്നതാണ് 1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3,1 ഡിനോട്ട് ചെയ്യുന്നത് ടോട്ടൽ 3 ഡിജിറ്റ്സും 1 പ്രിസിഷനും ഉള്ളത്. നെക്സ്റ്റ് ഈസ് റിയൽ ആൻഡ് ഡബിൾ പ്രിസിഷൻ. റിയൽ ആൻഡ് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് മെഷീൻ ഡിപ്പെൻഡന്റ് പ്രിസിഷൻസ് ആണ്. പ്ലോട്ട് n. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വിത്ത് പ്രിസിഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് n ഡിജിറ്റ്സ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോട്ട് ഓഫ് 5 എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 5 ഡെസിമൽ പോയിന്റ്സ് എങ്കിലും വേണം. കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല പ്രിസിഷൻ. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വിത്ത് പ്രിസിഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 5 n ഡിജിറ്റ്സ്. അറ്റ്ലീസ്റ്റ് ആണ് പറയുന്നത്. അത്ര n ഡിജിറ്റ്സ് എങ്കിലും വേണം. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. സോ ഇതാണ് മെയിൻ ഡാറ്റ ടൈപ്സ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓരോ ടൈപ്പിലും സ്പെഷ്യൽ വാല്യൂ കോൾഡ് നൾ വാല്യൂ എന്നുള്ളൊരു വാല്യൂ വരാം. ആ നൾ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ആബ്സെന്റ് വാല്യൂവിനെയാണ്. ദാറ്റ് വാല്യൂ മേ എക്സിസ്റ്റ്, അതായത് അത് എക്സിസ്റ്റ് ചെയ്യാം, പക്ഷെ നമുക്കത് എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ അതിൽ എക്സിസ്റ്റ് ചെയ്യാതെ ഇരിക്കാം. ഇതിലൊക്കെ ഒരു നൾ വാല്യൂ വരാനുണ്ട്. അതായത് ഓരോ ടൈപ്പിലും അങ്ങനെ ഒരു നൾ വാല്യൂ നമുക്ക് ആഡ് ചെയ്യാം. സോ ഇന്നത്തേക്ക് ഒരു ഷോർട്ട് വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ദിസ് മീൻസ് ആണ് SQL മെയിൻ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം.